Hi guys, welcome back to our channel. ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തേതൊരു ഈവനിങ് വ്ളോഗാണ്. കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് തിരക്കായിട്ടോ. റിഷാന സ്കൂളൊക്കെ തുടങ്ങി, ക്ലാസ്, മദ്രസ്, അങ്ങനെ ഒരു ഒഴിവൊന്നും ഉണ്ടാവലില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങൽ കുറവായിട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ അജ്മാൻ ബീച്ചിലേക്ക് വന്നതാണ്. എപ്പം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം വന്നേരം കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. ഈദിൻ്റെ സമയത്തെല്ലാം വന്നപ്പോൾ ഫുള്ള് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വരുന്നോട് തന്നെയാണ് കേട്ടോ ക്യാമലിനെ കണ്ട. അപ്പോൾ ഇവനിക്ക് എന്തായാലും അതിൽ റൈഡാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദൂരത്തുനിന്നേ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതിനെ കണ്ടേരോ അങ്ങനെ അവൻ കയറിയേ. പക്ഷെ ഞാൻ വിചാരിച്ച് കയറി ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയെല്ലാം ഉണ്ടാവും. ഒന്നിലും നല്ല കൂളായി കയറി പോകാൻ തുടങ്ങിയിട്ടാ. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ടോ നോക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ മുഹമ്മദ് കുറേ ഓൻ്റെ പോടുന്നത്. എന്നാലും നമ്മൾ കുറച്ചൊക്കെ പോയി. പിന്നെ ഓനെ പോകുന്നതിന് അങ്ങനെ നടക്കാൻ കഴിയുന്നില്ലേനു. ഭയങ്കര മണലായിട്ട് അങ്ങ് വരെ നടക്കാൻ കഴിയുന്നില്ലേനു. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ചൂടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിച്ച് ഭയങ്കര ചൂടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയതിന് നോക്കുമ്പോൾ അത്ര വലിയ ചൂടൊന്നും ഉണ്ടായിട്ടില്ല. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും അങ്ങനെ ഒരിതൊന്നും ഉണ്ടായിട്ടില്ലേ. അത്ര വലിയ ആൾക്കാരും ഇല്ല. നല്ല രസമുണ്ടായിന് കേട്ടാ. ഇങ്ങനെ ഋഷു ആദ്യമായിട്ട് ക്യാമൽ റൈഡ് വരെ ആക്കി. മമ്മത് കയറുന്നില്ല എന്ന് പറഞ്ഞു. മമ്മേന് പിന്നെ എല്ലാം പേടിയായിട്ടും കയറിയിട്ടില്ലേ. പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഒരു അതിശയമായിട്ട് ആ റിഷാൻ ഇങ്ങനെ കയറി അങ്ങനെ പോയി കണ്ടപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇതൊന്നും കാണാത്തല്ലേ. ഓനിക്കൊരു പേടി പോലും ഇല്ലാണ്ട് ഓൻ കയറിപ്പോയി. പിന്നെന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു എന്തെല്ലോ പോലെയില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. പുറത്തൊക്കെ കീഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പുറമെല്ലാം കാണുമ്പോൾ ഓടൽ, കളിക്കൽ, തുള്ളൽ, അവരെ സന്തോഷമൊന്നും പറയേണ്ടിയിരിക്കില്ല. പിന്നെ ഇതിങ്ങനെ ഓനെ കേൾക്കുന്ന സമയത്ത്, ഇതിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല പേടിയാണ് കേട്ടോ. അല്ല വികുക എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ മോനെ കുത്തി വികുക. ഓൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ മാറിയേനു. പിന്നെ അത് ഇരുന്നേരം എനിക്ക് ശരിയായി. അങ്ങനെ ഓൻ പോയി വന്നേരം മുഹമ്മദ് അതിനെ തൊടുന്നല്ലുണ്ട് കേട്ടോ. മമ്മേന് പേടി മാറി. ഇരിക്കുന്ന ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞേ. ഇങ്ങനെ ഇവരങ്ങോട്ട് കീയാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. നോക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ ഭയങ്കര തിരമാലയുള്ളതുകൊണ്ട് അടുത്ത് തന്നെ സെക്യൂരിറ്റി ഗാർഡെല്ലാം ഉണ്ട്. അവർ ഇങ്ങനെ കീയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ മേലൊക്കെ ഓടിക്കുന്നുണ്ട്. ഇങ്ങനെ കീയണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർ പോയി എല്ലാവരും കീയുന്നുണ്ട്. ഇത് റിഷാന് ഫോണിൽ റീൽസിലായിട്ട് കണ്ട ഒരു ഹാക്കായിട്ടോ. ഓൻ എന്ത് കണ്ടാലും അതേപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കും. അങ്ങനെ ഇത് ശരിക്കും ഇല്ലേ, നമ്മൾ ഫോണിൽ കണ്ട പോലെ തന്നെ ട്രൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിനെ. മമ്മതും അങ്ങനെ എന്താ മമ്മേനെ അറിയില്ല. പക്ഷെ മമ്മത് എന്തെല്ലാം ആക്കുന്നുണ്ട്. റിഷാൻ എന്താ ചെയ്ത് അതന്നെ മമ്മത് ചെയ്യും. ഇപ്പോൾ പെരക്കാണെങ്കിലും ശരി, പുറത്ത് പോയിട്ടാണ് ഓൻ എന്നാ പറയുന്നത് അങ്ങനെ പറയുവേ. കുറേ ദൂരത്ത് ഇങ്ങനെ കപ്പലും എന്തെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം സമയത്ത് നല്ല കാറ്റും ഇങ്ങനെ കടലിലൊക്കെ കാണാൻ. നമ്മളെ നാട്ടിൽ പോലൊന്നുമല്ല, ഇങ്ങനെ പീടിയും കാര്യം. നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപ്പിലിട്ട് ഇങ്ങനത്തെ കുറേ പീടി. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ക്ലീൻ ആയിരുന്നു. ഇങ്ങനെ നാട്ടിലെല്ലാം നമ്മളിപ്പോൾ കാണില്ല എന്തെല്ലോ. പക്ഷെ അതേപോലെ ഒന്നുമില്ല, നല്ല ക്ലീൻ ഉണ്ടായി കേട്ടാ. ഇങ്ങനെ സൺസെറ്റെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ അവർ കീനും കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കീയുമ്പോൾ നമ്മൾ അവരെ കീച്ച് നമ്മളും കുറച്ച് കളിച്ച് അവരും കീന കളിക്കാൻ തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഫോഴ്സിൽ തിര വരുമ്പോൾ മമ്മീന് ഭയങ്കര പേടി കേട്ടോ. മമ്മത് ഓടി വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിവർ കീയൂലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എക്സ്ട്രാ. നോക്കുമ്പോൾ ഇവർ കളിച്ചിട്ട് ഫുള്ള് നനഞ്ഞ് അങ്ങെത്തിന്. മണലും നനയലും എല്ലാം ആയിട്ട് നമ്മ തര വരുമ്പോൾ മമ്മേനെല്ലാം പേടിയാ. ഇങ്ങനെ എന്തെല്ലോ റിഷാൻ്റെ പേരെല്ലാം എഴുതുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് മമ്മത് എന്തെല്ലോ എഴുതുന്നെല്ലാം ഉണ്ട്. അവന് ഭയങ്കര പേടി. പിന്നെ കുറച്ച് കളിച്ചാൽ ഇതായപ്പോൾ ഓനക്ക് ശരിയായിട്ടോ. പിന്നെ ഋഷുവിനെ പോലെ തന്നെ ഓന് കളിക്കാൻ തുടങ്ങി. ബിഗുന്നെല്ലാം ഉണ്ട് കേട്ടോ. ഫുള്ള് നനന്നെ.
കുട്ടികൾ നല്ല അങ്ങനെ എൻജോയ് ആക്കി കേട്ടോ. കുട്ടികൾക്ക് ഇതെല്ലാം ഒരു വൈബാണ്. നമുക്കിനെ നല്ല വൈബല്ലേ, ബീച്ചിലെല്ലാം പോയാൽ ഫോട്ടോ ആയിട്ട് ഇതായിട്ട് നല്ല രസമാണ്. പിന്നെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അവർ നല്ല എൻജോയ് ആക്കി. അവർ ഫുള്ള് ഹാപ്പി ആയിട്ടാണ്. പക്ഷെ ഫുള്ള് തുണിയെല്ലാം നനഞ്ഞ് അങ്ങനെ നമ്മൾ മതി പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും.